9 വർഷത്തോളം ഒരു അവക്കാഡോടെ മരം വീട്ടിൽ നട്ടിട്ട് പൂക്കണമില്ല, കായ കൃത്യമായിട്ട് കിട്ടണമില്ല. ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ, കോസ്റ്റൽ ബെൽറ്റിലൊക്കെ അവക്കാഡോക്ക് ഉള്ള ഒരു പ്രശ്നം ഇതാണ്. ഇത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ആണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വയനാടോ, പിന്നെ ഇടുക്കി, മൂന്നാർ, ആ ഭാഗത്ത്, പുറത്തേക്ക് പോകണ കൊടൈക്കനാൽ, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ അവക്കാഡോ വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് തിരൂരിൽ നിന്ന് വന്നൊരു അവക്കാഡോ ഉണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റി നോക്കി നിങ്ങൾ, ഒരു കളറ്, അതിന്റെ അകത്തുള്ള ആ ഫ്ലഷിന്റെ ഒരു ടോണൊക്കെ ഭയങ്കര പ്രോമിസിങ് ആണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് അവരൊരു ട്രോപ്പിക്കൽ മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറി തുടങ്ങി. അതിന്റെ അണ്ടറിൽ വിക്ടോറിയ എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പേരിട്ട് ഈ അവക്കാഡോക്ക്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ സിദ്ധു ശങ്കര എന്നുള്ളൊരു ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരത് സിദ്ധു ശങ്കര എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാക്കി വന്നു. ഭയങ്കരമായിട്ട് അവർക്ക് ആ ഫാർമറിന് പൈസ ഏൺ ചെയ്യാൻ പറ്റി. നമ്മളൊരു ഫാർമർ എപ്പോഴും ആ രീതിയിൽ കൂടി ചിന്തിക്കണം. അത് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആവണം, നല്ലൊരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അവന് മാത്രമല്ല, നാളെ ഒരു അവക്കാഡോ ഫാമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവക്കാഡോ ആണ്. ഫ്ലഷ് ഡയറക്റ്റ് നമ്മൾ എടുത്ത് കഴിക്കണം. അതാണ് ആക്ച്വലി ഒരു അവക്കാഡോയുടെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. യു വാണ്ട്